ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്തിരുന്ന 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ഭാരതത്തിൻ്റെ സൈന്യം തകർത്തെറിഞ്ഞത്. കല്ലിന്മേൽ കല്ല് അവശേഷിക്കാതെ ഈ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളും മതപഠന കേന്ദ്രങ്ങളെന്ന വ്യാജേന പ്രവർത്തിച്ചിരുന്ന ഭീകര പരിശീലന കേന്ദ്രങ്ങളും അവയോടനുബന്ധിച്ചുള്ള ലോഞ്ച് പാഡുകളുമാണ് നമ്മുടെ സൈന്യം തകർത്തത്. മാത്രമല്ല, ഒടുവിൽ അതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്ന പാക് സൈന്യത്തിന് പാക് DGMOയ്ക്ക് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കേണ്ടി വന്നു പ്രത്യാക്രമണം നിർത്തിവയ്പ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ ചരിത്രമാണ്, നമുക്കറിയുന്നതാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരിട്ട് ആക്രമണം നടത്താതെ, പാക് സൈന്യത്തെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാതെ, പകരം ഭീകര പരിശീലനം കൊടുത്ത് ഭീകരരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുകയാണ്. അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ നിരന്തരം തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഭീകരരുടെ, മുജാഹിദുകളുടെ വേഷം കെട്ടിയ പാക് സൈന്യം മുമ്പൊരിക്കൽ ഇന്ത്യൻ അതിർത്തി കടന്നതും അന്ന് രൂക്ഷമായ ഒരു യുദ്ധമുണ്ടായതും നമുക്കറിയാം. കാർഗിൽ യുദ്ധം എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വിവരം, ഒരു ശബ്ദരേഖ നമ്മുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന കൊടും ഭീകരൻ, ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ സ്ഥാപകനും കമാൻഡറുമായ മസൂദ് അസറിൻ്റെ ശബ്ദരേഖയാണ് പിടിച്ചെടുത്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അതിർത്തിക്കപ്പുറത്ത് ആയിരക്കണക്കിന് ചാവേറുകൾ തയ്യാറായിരിക്കുന്നു എന്നാണ് മസൂദ് അസർ പറയുന്നത്. മാത്രമല്ല, മസൂദ് അസർ വെല്ലുവിളി നടത്തുന്നു. ഇവരെല്ലാവരും ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു, ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കും. ഇവരൊന്നും പണമോ പാരിതോഷികമോ പ്രതീക്ഷിച്ചല്ല, സ്വയം ഷഹീദാകാൻ, രക്തസാക്ഷിയാകാൻ, പൊട്ടിത്തെറിച്ച് രക്തസാക്ഷിയാകാൻ തയ്യാറെടുത്ത് വിശുദ്ധ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാണ് മസൂദ് അസർ പറയുന്നത്. മാത്രമല്ല, ആ ശബ്ദരേഖയിൽ വിശദമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്നയാളാണ് മസൂദ് അസർ എന്ന് നമുക്കറിയാം. മസൂദ് അസർ പറയുന്നു, ഞാൻ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന, പരിശീലനം സിദ്ധിച്ച ചാവേറുകളുടെ എണ്ണം പറഞ്ഞാൽ ലോക മാധ്യമങ്ങൾ ഞെട്ടിപ്പോകും. ദിവസങ്ങളോളം ലോകം അത് ചർച്ച ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ അവരുടെ എണ്ണം പറയുന്നില്ല. 100, 200, 1000 അല്ല, അതിനേക്കാളൊക്കെ കൂടുതലാണ് പരിശീലനം സിദ്ധിച്ച ഭീകരന്മാരുടെ എണ്ണം എന്നാണ് മസൂദ് അസർ പറയുന്നത്. മാത്രമല്ല, ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ട്. താമസം വിന ഇവരെല്ലാം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറും. എന്തൊക്കെ പ്രതിരോധം നിങ്ങൾ ഉയർത്തിയാലും ശരി, അവിടേക്ക് ഞങ്ങൾ നുഴഞ്ഞു കയറും എന്ന ഒരു ഭീഷണി കൂടി അതിൻ്റെ ആ ശബ്ദരേഖയ്ക്കകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യയെ കൃത്യമായി ലക്ഷ്യം വെച്ച്, ഇന്ത്യയിലെ മഹാനഗരങ്ങളെ ലക്ഷ്യം വെച്ച് ചില ഓപ്പറേഷനുകൾ അവിടെ ആസൂത്രണം ചെയ്യുന്നതായി നേരത്തെ തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പുറത്തുവിട്ടതാണ്. 2001 പാർലമെൻറ്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം തുടങ്ങി ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 22 പഹൽഗാമിൽ 26 മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കൊലക്കിരയാക്കിയ, മതം ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് കലിമ ചൊല്ലാൻ നിർദ്ദേശിച്ച് അവരെ, നിരപരാധികളായ മനുഷ്യരെ കാലപുരിക്കയച്ച കൊടും ഭീകരതയുടെ പേരാണ് മസൂദ് അസർ അഥവാ ലഷ്കർ-ഇ തോയ്ബ അഥവാ ജെയ്ഷെ-ഇ മുഹമ്മദ്. ഈ ഒരു കൂട്ടരാണ് ഇപ്പോൾ ശബ്ദ സന്ദേശവും ശബ്ദരേഖയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മസൂദ് അസറിൻ്റെ ബന്ധുക്കൾ ബഹാവൽപൂർ എന്ന സ്ഥലത്ത്, പാകിസ്ഥാനിൽ ബഹാവൽപൂർ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഭീകര പരിശീലന കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അമ്മ, സഹോദരിമാർ, സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, അനന്തരവന്മാർ അടക്കമുള്ളവർ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ
കണ്ണടച്ച് തുറക്കും മുമ്പേ ഹൂറികളുടെ അടുത്തെത്തിയ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് മസൂദ് അസർ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇയാൾ പലപ്പോഴും ബഹാവൽപൂരിൽ എത്താറുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകര പരിശീലന കേന്ദ്രമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചപ്പോൾ അതിൽ ബഹാവൽപൂരിലെ ഭീകര പരിശീലന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അത് കൃത്യമായ ഒരു ലക്ഷ്യവുമായിരുന്നു. അത് നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനെ തുടർന്ന് അവിടെ ആ കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ അവിടെ വധിക്കപ്പെട്ടവരുടെ മരണാനന്തര ക്രിയകൾ നമ്മൾ കണ്ടതാണ്. അത് പാക് സൈന്യം ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുകയും ഈ വധിക്കപ്പെട്ട ഭീകരന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാക് സൈന്യവും പാക് ഭരണകൂടവും ഈ ഭീകരന്മാരുമായിട്ടുള്ള നാഭീനാള ബന്ധം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലായതാണ്. ഈ മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും പോലെയുള്ള കൊടും ഭീകരന്മാരെ അമേരിക്കയും ഈ ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ കൊടും ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കൂട്ടരെ, ഈ ഭീകര നേതാക്കളെ സംരക്ഷിക്കുന്നത് പാക് സൈന്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ തഹാവൂർ റാണയെ പോലെ ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള ഈ ഇന്ത്യയിൽ റിമാൻഡിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണത്തിൻ്റെ നടത്തിപ്പുകാരനായ തഹാവൂർ റാണയുടെ തലതൊട്ടപ്പൻ മസൂദ് അസറും ഹാഫിസ് സയ്യിദുമൊക്കെയാണ് എന്ന് നമുക്കറിയാം. നേരത്തെ ഈ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് തഹാവൂർ റാണ. അങ്ങനെ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഇത്തരത്തിലുള്ളൊരു ഭീകര സംഘടനയുടെ നേതാവുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കേണ്ടതാണ്. ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലാകും ഈ ഭീകരന്മാരെ പരിശീലിക്കുന്നതും പോറ്റുന്നതും പാക് സൈന്യമാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ ചാവേറുകൾ തയ്യാറായിരിക്കുന്നു എന്ന ശബ്ദരേഖ പോലും ഒരു പക്ഷേ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തത് പാക് സൈന്യത്തിലെ ആശയവിനിമയത്തിനിടയ്ക്ക് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം നുഴഞ്ഞു കയറി പിടിച്ചെടുത്തതാകാനാണ് സാധ്യത എന്നും പത്രങ്ങളൊക്കെ ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സൈനികർ തമ്മിൽ, സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ പങ്കുവയ്ക്കുന്ന, അവർ നടത്തുന്ന ആശയവിനിമയം തന്ത്രപൂർവം ചോർത്തിയെടുക്കാൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ഭീകരാക്രമണ ശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞതും. അവിടെ 1 2 ഒരു പഹൽഗാമോ ഒരു ഡൽഹിയോ ഒക്കെ സംഭവിച്ചു പോകുന്നു. അത് നമുക്ക് വേണ്ട വിധത്തിൽ തടയാൻ കഴിയുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സൈന്യം, നമ്മുടെ ഏജൻസികൾ, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളെയാണ് ചെറുത്ത് തോൽപ്പിക്കുന്നത്. അതിനിടയ്ക്കാണ് 1 2 എണ്ണത്തിൽ നമുക്ക് ചെറിയ വീഴ്ച സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എത്രയോ കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞതുപോലെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഡ്രോൺ, അതായത് ജമ്മുവിലെ ഉധംപൂരിലടക്കം പഞ്ചാബിലും രാജസ്ഥാനിലും അടക്കം വന്ന ഡ്രോണുകളിൽ കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക് ഡ്രോണുകൾ പറന്നു വന്ന് ആയുധങ്ങൾ നിക്ഷേപിക്കുന്നു, മയക്കുമരുന്ന് നിക്ഷേപിക്കുന്നു, വെടിയുണ്ടകൾ നിക്ഷേപിക്കുന്നു. ഇത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നമുക്ക് പിടിച്ചെടുക്കാനും തടയാനും കഴിഞ്ഞു. വളരെ കൃത്യമായിട്ട് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് പറന്നു വന്ന ഡ്രോണുകളെ നശിപ്പിച്ച് ആ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മസൂദ് അസറിൻ്റെ വാക്കുകൾ വെറും ഗീർവാണമടിയായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആദ്യമേ ആയുധങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നു, ഡ്രോണുകൾ ഉപയോഗിച്ച് നിയന്ത്രണ രേഖ കടത്തി ഇപ്പുറത്തേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു. ഒപ്പം പിന്നാലെ അവിടെ നിന്ന് ഈ ചാവേറുകളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഇവിടെ എത്തുന്ന അവരുടെ കൈവശം ഈ ആയുധങ്ങൾ, ഇവിടെ നിക്ഷേപിക്കപ്പെട്ട ആയുധങ്ങൾ, ഡ്രോൺ ഉപയോഗിച്ച് നിക്ഷേപിക്കപ്പെട്ട ആയുധങ്ങൾ അവർക്ക് ശേഖരിക്കാൻ കഴിയും. അത് ശേഖരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാൻ ചില ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അങ്ങനെ ആയുധങ്ങൾ ശേഖരിച്ച് ഇന്ത്യക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താനാണ് അവർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്തായാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതൊക്കെ കണ്ടെത്തി കൃത്യമായി ഇതിനെ ഇല്ലായ്മ ചെയ്ത് നശിപ്പിക്കാൻ, തടയാൻ ഒക്കെ കഴിയുന്നുണ്ട്. മസൂദ് അസറും ഹാഫിസ് സയ്യിദും
പാകിസ്ഥാനിൽ ഉള്ളിടത്തോളം കാലം ഈ പ്രക്രിയകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ ആൾക്കാരെയും അവർ രൂപം കൊടുത്ത ഭീകര സംഘടനകളെയും എന്നേക്കുമായിട്ട് നശിപ്പിക്കാതെ ഈ തലവേദനകളെ ഒഴിച്ചു മാറ്റാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യൻ സൈന്യത്തിന്, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഈ കൊടും ഭീകരന്മാരെ അമർച്ച ചെയ്യാനും അവരുടെ ശ്രമങ്ങളെ ഇല്ലാതാക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.